സുഹൃത്തുക്കളെ, നമ്മളെ പ്രിയ സഹോദരൻ അർജുനെ മിസ്സായ ഷിരൂരിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ മുമ്പ് അവിടുത്തെ കാർവാർ MLA സതീഷ് സെയിൻ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ സഹകരിക്കണം, മലയാളം കേരള പ്രസ് എന്ന് എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇന്ന് എന്തൊരു നല്ല ഇംഗ്ലീഷിലാണ് പറഞ്ഞതെന്നറിയോ അദ്ദേഹം, എത്ര മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷിൽ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ കേരളത്തിലാണ് സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും മഹാരാഷ്ട്രക്കാരനോ ആന്ധ്രക്കാരനോ അല്ലെങ്കിൽ കർണാടകക്കാരനോ ഇങ്ങനെ ഒരു അപകടത്തിൽ ഇവിടെ പെട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ എല്ലാവരും ക്യാമ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ദേശീയ മാധ്യമങ്ങളും ആ സംസ്ഥാനത്തെ മാധ്യമങ്ങളെല്ലാം ഇവിടെ നിന്നിട്ട് നമ്മുടെ ഏതെങ്കിലും MLA-മാരോടോ മന്ത്രിമാരോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ റഹീം പറഞ്ഞ പോലെയുള്ള പൊട്ട ഇംഗ്ലീഷിലല്ലേ പറയുള്ളൂ, കൃത്യമായിട്ട് പറയുമോ? നമുക്കെന്നെ നാണക്കേടാവില്ലേ? നമ്മൾ പറയുന്നത് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസപരമായി മുന്നോട്ടൊക്കെ നിൽക്കുന്ന സംസ്ഥാനം. എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷേ പഠിത്തത്തിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം LLB കഴിഞ്ഞ ശിവൻകുട്ടി തൊട്ട് PG പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ റഹീമും LLB കഴിഞ്ഞതാണ്. ഡോക്ടറേറ്റുള്ള ചിന്ത, പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ബിന്ദു, ഇവരൊക്കെ ഇംഗ്ലീഷ് നമ്മൾ കേട്ടതാണ്. ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, കുഴപ്പമില്ല. പക്ഷേ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ ആൾക്കാർ ഇവർ കാരണം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ എത്രത്തോളം മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ നമ്മൾ അപമാനിതരാകുമായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സംസാരിച്ച്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, കഴിഞ്ഞ ദിവസമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വേറെ 1-2 മാധ്യമങ്ങൾക്ക് സംസാരിക്കുന്നതിൻ്റെ ബൈറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ എനിക്ക് തോന്നുന്നത് കമ്മികളാണെന്ന് തോന്നുന്നുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കമ്മികളും സോഡാപ്പികളും ഇടുള്ളൂ, അങ്ങനത്തെ കമൻറ്റുകൾ വേറെ ആരും ഇടില്ല. ഇയാൾ നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു, കാരണം അയാൾ ഫിറ്റാണെന്ന് തോന്നുന്നില്ല, കള്ളു കുടിച്ചിട്ടാണ്, നല്ല വെള്ളം അടിച്ചിട്ടാണല്ലോ അയാൾ സംസാരിക്കുന്നതെന്നൊക്കെ. ഇന്ന് നാളെ കൃത്യമായിട്ട് സംസാരിക്കുമ്പോഴും അതിൻ്റെ ശബ്ദം അങ്ങനെ തന്നെയാണ്. പിന്നെ തളർച്ചയുണ്ടാവും. ഈ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ട് പുള്ളി അവിടെ തന്നെയാണ്, ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് അവിടെ തന്നെ നിൽക്കുക പുള്ളി. ഈ കാർവാർ MLA സതീഷ് സെയിൽ അതാലോചിക്കണ്ടേ. എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ആദരവും ബഹുമാനവും തോന്നിപ്പോയി. അദ്ദേഹത്തെ അയാൾ ഫിറ്റാണെന്ന്. അതായത് ഒരാളിപ്പോൾ സംസാരിക്കുമ്പോൾ നാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആരെങ്കിലും ഒരു സെറിബ്രൽ തോംബ്രോസിസ് വന്നു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ലാ പറഞ്ഞാൽ രായായി പോവും. അതൊക്കെ സ്വാഭാവികമാണ്. തളർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ എപ്പോഴും ഒരേപോലെയാണ് സംസാരിക്കുക. ക്ഷീണിതരാകുമ്പോൾ നമ്മുടെ സംസാരത്തിന് തളർച്ച ഉണ്ടാവില്ലേ? ഫോണിൽ കൂടി കേൾക്കുമ്പോൾ തന്നെ നിനക്കെന്ത് സുഖമില്ലെന്ന് ആൾക്കാർ ചോദിക്കില്ലേ? വൃത്തിയായിട്ട് വർത്താനൊക്കെ പറയണേ. പിന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊന്ന് 60 അടി വരെ ലെങ്ത്തിൽ പോകാവുന്ന ബൂം എക്സ്പ്ലോറേറ്റർ കൊണ്ടുവന്നിരുന്നത്. അതിന് പുറമെ അതിൻ്റെ രണ്ടാമത്തെ സെയിം മോഡലുള്ള എക്യുപ്മെൻറ്റ് രണ്ടാമത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 1.5 മണിക്കൂറിനകം വിത്തിൻ 1.5 hours ഇറ്റ് വിൽ ബി ഹിയർ എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് അതുകൊണ്ട് അതുകൂടെ എത്തിക്കാണും. ഇപ്പം ഇതുവരെ 1 ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് രാവിലെ തൊട്ട് 1 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നാളെ രാവിലത്തേക്ക് 2 ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് ഇതിൻ്റെ ഒരു എക്സ്പെർട്ട്, ഒരു സ്പെഷ്യലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നാളെ ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരിക്കും എല്ലാ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു. ചില ഇൻഡിക്കേഷൻസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്, ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. വേറെ ലോറികളൊന്നും ഇവിടെ മിസ്സായിട്ടില്ല. അതുകൊണ്ട് ലോറി ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഇൻഡിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ലോറികളൊന്നും പെടാത്തതുകൊണ്ട് അത് അർജുൻ്റെ ലോറിയാണ് എന്ന് കൺഫേം ചെയ്യാമെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഹെവി ഡ്രോൺ നാളെ എത്തും. ആ ഹെവി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട്, സാധാ ഡ്രോൺ അല്ല, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും. അതേപോലെ തന്നെ ഹെവി ഡ്രോൺ റഡാർ, ഈ റഡാർ വരുന്നുണ്ട്. അത് എയർ വഴി എത്തിക്കാൻ പറ്റുന്നില്ല, കാരണം ഏവിയേഷൻ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കാലാവസ്ഥ വലിയ പ്രശ്നമാണ്, വളരെ പ്രതികൂലമായ കാലാവസ്ഥ. അതിന് പുറമെ വളരെ ദുർഘടമായൊരു പ്രദേശമാണ്, മലയും കുന്നും ഒക്കെ കൂടിയൊക്കെയുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ലാൻഡ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ട് അത്യാവശ്യം ഈ കാലാവസ്ഥയിലും ബാംഗ്ലൂർ എയർപോർട്ടിലോ അല്ലെങ്കിൽ മംഗലാപുരം എയർപോർട്ടിലോ ലാൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ചോദിക്കും. അല്ല, ഫ്ലൈറ്റ് വരുന്ന പോലെ അല്ല ഇത് അങ്ങനത്തെ സംവിധാനത്തിലൂടെ അല്ല. ഇതിന് റൺവേ ഒന്നും ഇല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇത് ഈ വരുന്ന ഈ കനത്ത മഴയത്ത് കാഴ്ചയുടെ പ്രശ്നങ്ങളുണ്ട്. എക്യുപ്മെൻസുമായിട്ടാണ് വരുന്നത്. ഈ ഹെലികോപ്റ്ററാണ്, അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പരിമിതികളുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊങ്കൺ വഴി ട്രെയിനിലാണ് കൊണ്ടുവരുന്നത്. അത് തൊട്ടടുത്തുള്ള കാർവാർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇറക്കും. അതിറക്കി കഴിഞ്ഞാൽ SP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, DYSP. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, നാളെ ആവശ്യമെങ്കിൽ ഇത് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ഏറെക്കുറെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് ബാക്കി കൺഫർമേഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ അവിടേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുഴയിൽ കല്ലിട്ട് പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്ന പറഞ്ഞത്. നമ്മൾ കടലിൽ പുലിമുട്ട് കിട്ടുന്ന പോലെ പുഴയിൽ കല്ലിട്ടിട്ട്, അപ്പോൾ ലോഡ് കണക്കിന് കല്ല് വേണം, കല്ലിട്ട് അതിനോട് പരമാവധി അടുപ്പിക്കുക എന്നുള്ളത് അതുവരെ പറഞ്ഞു. അപ്പോൾ അത്രയും പ്ലാനിങ്ങിലാണ് അവർ പോയിട്ടുള്ളത്.
പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് മലയാളം പത്രപ്രവർത്തകർ കേരള പ്രസ് എന്ന് അദ്ദേഹം പറഞ്ഞ ഡിസ്റ്റർബ് ചെയ്യരുത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ അതിന് പിന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം ഡിസ്റ്റർബ് ചെയ്യരുത്. തൊട്ടടുത്ത അങ്കോളയിൽ അവർക്ക് പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിൽ തന്നെ ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്തോളൂ. 3-4 മണിക്കൂർ കൂടുമ്പോൾ ഞാനോ മറ്റുള്ള പിന്നെ ഒഫീഷ്യൽസോ അവിടെ വന്നിട്ട് അതുവരെയുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. അതുവരെയുള്ള എന്തൊക്കെയാണ് നടന്നത്, എവിടെ എത്തി നമ്മുടെ പിന്നെ ഈ ദൗത്യം എന്നുള്ളത് ഓരോ 3-4 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരാം. നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവരുത്, ഇവിടുത്തെ പിന്നെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തരുത്. കാരണം അവിടെ കിടന്ന് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം നടത്തുന്ന പോലെ നടത്തുന്നതേ, അലറി വിളിച്ചിട്ട് ഈ വിഷ്വൽസ് കാണിക്കുന്നതൊക്കെ ആൾക്കാരെല്ലാം കാണാനിരിക്കുക, ഞാനും നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ കാണാൻ നമുക്ക് താല്പര്യമുണ്ട്, അവിടുത്തെ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇവർ ഈ ദൗത്യ സംഘത്തിൻ്റെ ഉള്ള ആൾക്കാർ ഓഫീസറുടെ അടുത്ത് പോയിട്ട് ഈ കോലും കുത്തിക്കൊണ്ട് ചോദിക്കും എന്തായി എന്തായി എന്നുള്ളത്. ഇവർ 10 മിനിറ്റ് അവിടെ സംസാരിക്കുമ്പോൾ വിലപ്പെട്ട 10 മിനിറ്റാണ് പോണത് ഈ ചാനലിലൂടെ സംസാരിക്കുമ്പോൾ. അതാലോചിക്കണ്ടേ? ഇത് ഒരുതരം ഈ ദൗത്യ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ്. ഇവർക്ക് ഈ ഒരു മനുഷ്യനോടെ മണ്ണിനടി കിടക്കുക, അതാലോചിക്കണ്ടേ? എന്നിട്ട് പറയണത് എന്തോ വലിയ മാനുഷിക സേവനം നടത്തുകയാണെന്നാണ്. സുജയപാർവതിയൊക്കെ പറയണ കേട്ടാത്തൊന്നും സുജയപാർവതി മരുണും കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവരുള്ളതുകൊണ്ടാണ് ഇത് നടന്നതെന്നാണ് തോന്നുന്നത്, സൈന്യം വന്നതും ബാക്കിയുള്ളതൊക്കെ. അപ്പം അദ്ദേഹം പറഞ്ഞു പിന്നെ അങ്കോള ഹോട്ടലിൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, നിങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യുക. ഐ വിൽ കം ഓവർ ദെയർ ആൻഡ് അപ്ഡേറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. അദ്ദേഹം വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്. വേറെ അദ്ദേഹം പറഞ്ഞു ഇവിടെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവരുത്, കാരണം പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെയും പിന്നെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. കാരണം അത് ഈ പിന്നെ റഡാറിൻ്റെ ഈ സിഗ്നൽ ഡൈവേർട്ട് ചെയ്ത് പോകും, അതേപോലെ ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇഷ്യൂസ് ഉണ്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണത്. ഐ കനോട്ട് എക്സ്പ്ലെയിൻ മോർ എന്നാണ് പറഞ്ഞത്. ഐ കനോട്ട് എക്സ്പ്ലെയിൻ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഊഹിക്കാവുന്നത്, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് അത് ഒരു വാർ എക്യുപ്മെൻ്റാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും സങ്കീർണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് പോലും പുറത്തു പോയി കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ടെക്നോളജി ഈ പിന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള രാജ്യങ്ങളുടെ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസികളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സാധനത്തിൻ്റെ ഇതിൻ്റെ വിഷ്വൽസ് കിട്ടിയാൽ തന്നെ ഇത് എന്താണ് അതിൻ്റെ രീതി, അതിൻ്റെ ഘടന എന്താണ്, അതിൻ്റെ ടെക്നോളജി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയുടെ അടുത്ത് എന്താണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മറ്റൊരു രാജ്യത്തിന് അറിയാൻ പാടില്ല. അതുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഉപകരണമാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതായത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്, ഇന്ത്യൻ ആർമി അത്ര കണ്ട് ഈ കാര്യത്തിൽ അവർക്ക് ഈ പിന്നെ ഒരു കോൾ വന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് അവരെ സഹായം അഭ്യർത്ഥിച്ചതിന് ശേഷം അവരെ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഇടപെടലുണ്ടെന്ന്. ഇതൊക്കെ ഈ 5-8 ദിവസം മുമ്പ് നടക്കേണ്ടതാണ്. ഇത് പിന്നെ വണ്ടി പോയി കഴിഞ്ഞിട്ടപ്പോൾ കൈ കാണിക്കുന്നത് മാത്രം. എന്തായിരുന്നാലും അതുകൊണ്ട് പിന്നെ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കരുതെന്നുള്ളതുകൊണ്ടായിരിക്കാം ഇവരുടെ പത്രക്കാര സാന്നിധ്യം ഒഴിവാക്കുന്നത്. ഈ ഫ്രീക്വൻസി ഇഷ്യൂസ് മാത്രമാവില്ല, ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു ഉപകരണം എന്ന രീതിയിൽ. വേറൊന്ന് പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ പിന്നെ നോ മോർ ലോറീസ് ദെയർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ടവർ പിന്നെ ബെൻഡായിട്ട് ടവറിൻ്റെ അതിൻ്റെയും അംശം അവിടെ ഉള്ളതായിട്ടാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ലോറിക്ക് പുറമെ എന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ ഇതിനകത്ത് ഈ ചാനലുകാരൊന്നും അല്ല ചെയ്തത്. ഇവിടെ ഈ വിഷയം ലോകത്തിന് മുമ്പിൽ കൊടുത്തിട്ടുള്ളത് മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്, ഈ ലോറി ഡ്രൈവർ. അവൻ നന്നായിട്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അവനെ ഈ ഒരു വേറൊരുത്തനെയും കൊണ്ടുപോയി രഞ്ജിത്ത് ഇസ്രായേൽ. അപ്പോൾ അവൻ കരുതി ലോകത്തെ ഏറ്റവും വലിയ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവനാണെന്ന്. ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ ഒരു പട്ടാളക്കാരൻ പങ്കെടുത്തു എന്ന് കരുതിയിട്ട് പങ്കെടുത്ത ഒരു പട്ടാളക്കാരൻ അതിൽ വാർഫീൽഡിലുണ്ടായിരുന്ന ആൾ, അത് കഴിഞ്ഞിട്ട് വേറെ യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യാൻ ആ പട്ടാളക്കാരനെ ആരെയും വിളിക്കുമോ? ഇവൻ അവിടെ പോയിട്ട് ഇന്നലെ എന്താ പറഞ്ഞത്, പുഴയിലല്ല ഇവിടെ കരയിൽ തന്നെയാണ്. എനിക്ക് ഡ്രില്ലിംഗ് മെഷീൻ ചോദിച്ചിട്ട് കിട്ടിയില്ല. ഇവിടുത്തെ പിന്നെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഇവന് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയല്ലേ. ഇവരെന്താ വെച്ചാൽ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ സംഭവമാണെന്നുള്ള കരുതി. ഓരോരുത്തരൊക്കെ ഓരോന്ന് പിന്നെ രഞ്ജിത്ത് ഇസ്രായേൽ ആയാലും രഞ്ജിത്ത് പാലസ്തീൻ ആയാലും എന്തായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ പണികൾ അവനറിയാം, കുറച്ച് പണി അറിയാം. അണ്ടർ എ ക്യാപ്റ്റൻ അവന് കിട്ടുന്ന കാര്യങ്ങൾ നീ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കാനേ അവനറിയുള്ളൂ, അല്ലാതെ അവന് വേറെ എന്തെങ്കിലും അറിയുമോ? ഇവിടുത്തെ കുറേ ജ്യോത്സ്യന്മാരുണ്ടായിരുന്നല്ലോ. ഇന്ന് കഴിഞ്ഞ ദിവസം ഏതൊരു പിന്നെ കഴുത്ത് മുഴുവൻ മാലയിട്ട് നടക്കുന്ന ഒരു ജ്യോത്സ്യൻ പിന്നെ ആകെ കൂടെ പിന്നെ അർദ്ധനഗ്നനായിരുന്നുകൊണ്ട് പിന്നെ വലിയ പ്രവചനം നടത്തിയല്ലോ. അവൻ നടത്തിയ പ്രവചന പ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:07 എന്നൊക്കെയാണ് പറയണത്. അതിന് മുമ്പ് കണ്ടുപിടിക്കുക. അതെന്താ കണക്കുട്ടി എന്താണെന്നറിയോ? ലോക സാന്നിധ്യം കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് സാധനം എടുക്കുമല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ പ്രവചനം ശരിയാവുമല്ലോ, വെറുതെ പ്രവചിക്കുന്ന മുടക്കല്ലേ ഉള്ളൂ. അങ്ങനെയാണ് കണക്കൂട്ടിയത്. അവൻ്റെ പ്രവചനം കൊണ്ടാണ് ഇന്നലെ അവൻ്റെ പ്രവചനം തെറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിഷമമുണ്ട്, വേറെ കാര്യം. പിന്നെ ഇവന് ഡ്രില്ലിംഗ് മെഷീൻ. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോന്ന് പിന്നെ ഈ കോലും കൊണ്ട് പോവുക ആ വീട്ടുകാരുടെ അടുത്താണെങ്കിലും
ഒരു സമാധാനം കൊടുക്കാതെ ആ അമ്മയുടെയും ആ പെങ്ങളെയും ഈ ഭാര്യയുടെയും ഈ ഒക്കെ അച്ഛൻ പിന്നെ ഒന്നും മിണ്ടണില്ല. ഇവരുടെ അടുത്ത് എപ്പോഴും പോയിട്ട് ഇങ്ങനെ കോലിട്ട് കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുക. നാട്ടുകാർ തടസ്സം നിൽക്കുന്നില്ല. ഇവർക്ക് എത്ര വലിയ, ഞാൻ പറയട്ടെ, ഈ മാധ്യമങ്ങൾക്ക് അത്ര വലിയ മാനവികതയുടെ അപ്പോസലാണെങ്കിൽ സുജയും ആരും നോക്കാൻ അതിൻ്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ വാർ ജേർണലിസം ഉണ്ടല്ലോ, ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും യുദ്ധമേഖലയിലേക്ക് അവരെ പ്രതിനിധികളെ പറഞ്ഞയക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഉക്രൈൻ പാലസ്തീൻ യുദ്ധം നടന്നപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ടുള്ള കാര്യം, ഈ പ്രശാന്ത് രഘുവംശം ഏഷ്യാനെറ്റിൻ്റെ പിന്നെ യുദ്ധമേഖലയിലേക്ക് റിപ്പോർട്ടിങ്ങിനായി ആദ്യം പോകുന്ന ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചു. ഞാൻ കരുതി എന്തോ വലിയ സംഭവമാണെന്ന്. സംഭവം എന്താ അറിയോ, പോളണ്ടിലും റുമേനിയയിലൊക്കെ പോയിരുന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. ശ്രീലങ്കയിൽ കിടക്കുന്ന യുദ്ധം ഏതെങ്കിലും അമേരിക്കക്കാർ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതാണോ യുദ്ധമേഖല? അവിടെ യുദ്ധമില്ലല്ലോ. എന്നാൽ പിന്നെ ഇവിടെ തന്നെ ചെയ്താൽ പോരെ. ഇൻ്റർനാഷണൽ മീഡിയാസിലുള്ള വിഷ്വൽസ് എടുത്തിട്ടാണ് ഇവർക്ക് വിഷ്വൽസും കിട്ടുന്നില്ലല്ലോ. വാർഫീൽഡ് പോകാതെ എങ്ങനെ പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് കിട്ടുക? ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കുറേ നാട്ടുകാരെ പറ്റിക്കുക. നാട്ടുകാർക്കാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത്, പത്രക്കാരോട് പറയാനുള്ളത്, പിന്നെ ഈ ഇവർക്ക് അത്ര വലിയ ഇതാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവർ നേരെ ഇങ്ങോട്ട് പോട്ടെ. പാലസ്തീനിൽ റാഫേലും ഗാസയിലും എന്താ നടക്കണമെന്ന് അറിയാൻ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ. നമ്മൾക്ക് 24 മണിക്കൂർ ലൈവ് ഇരുന്ന് കണ്ടോളാം. അവിടെ ചെന്നിട്ട് വാർഫീൽഡിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യട്ടെ. ഉക്രൈനിലും റഷ്യയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. പോകുമോ അവർ? വെറുതെ ചുമ്മാ കിടന്ന് നാടകളിക്ക് മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനാണ് ആദ്യം ചെയ്തത്, ഞങ്ങൾക്കാണ് ആദ്യത്തെ വിഷ്വൽ കിട്ടിയത്. കയറിൻ്റെ കഷ്ണം കണ്ടു, കയറിൻ്റെ കഷ്ണത്തിൻ്റെ പിന്നെ ചിത്രം, കയറിൻ്റെ കഷ്ണത്തിൻ്റെ ചിത്രം ആദ്യം കിട്ടിയത് റിപ്പോർട്ടറിനാണെന്ന്, റിപ്പോർട്ടർ ന്യൂസ് 18 ആണെന്ന്, ന്യൂസ് 18 മറ്റവർക്കാണെന്ന്. അവർ എല്ലാവരും അവകാശപ്പെടുക. എന്തായാലും ഇവരെന്താ വെച്ചാൽ ഈ പിന്നെ അർജുനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ്റെ ബോഡിയുടെ ആദ്യത്തെ ഫോട്ടോ എടുക്കാനുള്ള മത്സരമാണ്, അതിന് വേണ്ടി പോയിരിക്കുക. അല്ലെങ്കിൽ ലോറിയുടെ ആദ്യത്തെ വിഷ്വൽസ് ഞങ്ങൾക്ക് കിട്ടി. ഇത് ജേർണലിസം അല്ല, ഇത് ജേർണലിസം അല്ല, പത്രപ്രവർത്തനം അല്ല അത്. എന്തായിരുന്നാലും ഒക്കെ നാളെ നടക്കില്ല എന്നുള്ളത് അറിയും. പിന്നെ എനിക്ക് മലയാള മാധ്യമ പ്രവർത്തകർ, പിന്നെ മാധ്യമ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. അവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല, നന്നായിട്ട് പിന്നെ ജേർണലിസം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നാളെ ഞങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിൽ വലിയ വാർത്ത കൊടുക്കരുത്. അതവിടെ നടക്കട്ടെ, തടസ്സപ്പെടുത്താതെ. 10 ദിവസമായി ഒരു മനുഷ്യനവിടെ കിടക്കുക, അവൻ്റെ വീട്ടുകാർ കാത്തിരിക്കുക, ജീവനോടെ കിട്ടുന്നുള്ളത്. ഇവരൊക്കെ സുജയ പാർവതിയൊക്കെ പറയണോ ജീവൻ്റെ കണിക ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ ബോഡിയെങ്കിലും ഒന്ന് അവസാനമായിട്ട് പിന്നെ ഈ മര്യാദയ്ക്കൊരു മുഖം കാണാൻ പറ്റുന്ന ഞാൻ കരുതുന്നില്ല, ജീർണിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് അവരുടെ മതപരമായ ആചാരപ്രകാരം അടക്കാനുള്ള, ആ ബോഡി ആയിട്ട് കിട്ടാനുള്ള ഒരു ദിവസം, ഇനി 1 മണിക്കൂറുകൾ നിങ്ങൾ കാരണം നഷ്ടപ്പെടുത്തരുത്. ഇപ്പം തന്നെ നിങ്ങൾ കാരണം കുറേ ഡിസ്റ്റർബഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർക്ക് പറയേണ്ടി വന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇദ്ദേഹം ഈ MLA ഒരു മഹത്വം ഞാൻ കണ്ടു. SP-യെ വിളിക്കുന്ന SP സാർ, DC മാം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടർ മാം, ജില്ലാ കളക്ടറെ മാം എന്ന് പറയുക, അതും ചെറുപ്പക്കാരിയാണ്. SP പിന്നെ ഇദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ, കാരണം പറയാമല്ലോ നമുക്ക് പിന്നെ ഒരു SP ആവാൻ സർവീസിൽ കയറിയിട്ട് 5 വർഷമൊക്കെ മതി, 2-3 വർഷം മതി എനിക്ക് തോന്നുന്നത്. ASP ആയിട്ട് കയറി അത് കഴിഞ്ഞിട്ട് IPS കിട്ടിക്കഴിഞ്ഞാൽ SP ആവാൻ. ജില്ലാ കളക്ടർ ആവാൻ അത് മതി. RD ആയിട്ടോ സബ് കളക്ടറായിട്ടോ പിന്നെ കയറിയിട്ട് 2-3 വർഷം കൊണ്ട് കളക്ടറായി. അപ്പോൾ വളരെ ചെറുപ്പമാണ്, ബിലോ 30 ആണ് അവരൊക്കെ ഏജ് ഉണ്ടാകുക. ഇയാളാണെങ്കിൽ അത്യാവശ്യം പ്രായമുള്ള ആളാണ്. അദ്ദേഹം SP സാർ എന്നും DC മാം എന്നും വിളിക്കുമ്പം പ്രോട്ടോകോൾ പ്രകാരം ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് സൂപ്രണ്ടും MLAക്ക് താഴെയാണ്. നമ്മളെ കേരളത്തിലാണെങ്കിൽ പിന്നെ കളക്ടറെയും SP എല്ലാം പരസ്യമായിട്ട് ശാസിക്കുക. എന്തൊക്കെ അഹങ്കാരമാണ് ഇവർ കാണിക്കുന്നത്. കണ്ടു പഠിക്കണം കർണാടകയിലെ ആ MLA സതീഷ് ഗെയിലിനെ കണ്ടു പഠിക്കണം നമ്മുടെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ചും CPM-ൻ്റെ MLA-മാർ, CPM-ൻ്റെ മന്ത്രിമാർ. അഹങ്കാരവും ധാർഷ്ട്യമൊന്നും ഇല്ലാതെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അല്ലാതെ മറ്റേ ഇപ്പം പോയിട്ട് അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയ പോലെ, വീഡിയോ ഷൂട്ട് നടത്തിയ പോലെയല്ല നമ്മളെ പിന്നെ സച്ചിൻ ദേവ് പോയിട്ട്. ഓക്കെ എന്നാൽ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള എളിമയോടെ വിനയത്തോടെ അദ്ദേഹം പത്രക്കാരോട് അപേക്ഷിക്കുകയാണ് എന്ന്. ഐ എം കൈൻഡ്ലി റിക്വസ്റ്റിംഗ് എന്നാണ് പറയുന്നത്, അങ്ങനെ പറയുന്നത്. അതിനകത്ത് അപേക്ഷിക്കേണ്ട ആവശ്യം നാളെ ഒറ്റൊന്നും ഇങ്ങോട്ട് കയറി വന്നിരുന്നു പറയില്ല. നമ്മളെ കേരളത്തിലാണെങ്കിൽ കടക്കുപുറത്തെന്ന് പറയില്ലേ, കടക്കുപുറത്ത് മാറിക്ക്, അല്ലെങ്കിൽ ആദ്യ ചർച്ച നടത്തിവിടും, അത്രയല്ലേ ഉള്ളൂ. അവിടെയാണ് ഇയാൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. കണ്ടുപഠിക്കണം, ഇങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ വേണ്ടത്. മലയാള പത്രപ്രവർത്തകർ അതിനോട് സഹകരിക്കണമെന്ന് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അഭ്യർത്ഥിക്കുകയാണ്.